ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു സിംഗിൾ ഡോർ. നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഐസ് പിടിക്കുന്നത്. ഐസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഐസ് പിടിക്കാൻ എന്താണ് കാരണം, ഐസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മിക്ക വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഐസ് പിടി. മിക്ക വീടുകളിലും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, അവർ ഒന്നെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് അത് കുത്തി ഇളക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ പല വീടുകളിലും അത് വലിയ ഒരു കംപ്ലൈൻറ്റിലേക്ക്, വലിയൊരു പണിയിലേക്കായിരിക്കും അത് പോവുക. നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല കംപ്ലൈൻറ്റുകളും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർച്ചയായി വേറെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് പലർക്കും അറിയാവുന്നതാണ്, പക്ഷേ അറിയാത്ത പലരുമുണ്ട്. നമുക്കിത് ഒരു ആഴ്ചയിൽ ഒരു 1-2 കേസ് വെച്ചിട്ട് ഈ ഫ്രീസർ കുത്തി കേസ് ഉണ്ടാവും, ഗ്യാസ് ലീക്കായി പോകുന്ന കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു കംപ്ലൈൻറ്റ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ഫ്രീസർ ഐസ് പിടിച്ചു, ഫ്രീസർ കുത്തി. ഒക്കെ സങ്കടം വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു ഇൻസുലിൻ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് ഫ്രിഡ്ജ് അവർ ഉപയോഗിക്കുന്നത്, മേടിച്ചത്. ലോണൊക്കെ അടവിനൊക്കെയാണ് ആ ഫ്രിഡ്ജ് മേടിച്ചിരിക്കുന്നത്. കുത്തി ഒരുപാട് പൈസയാവും റിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊരു അവരെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്കായത്. അപ്പോൾ ആ ഒരു സംഗതി കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും. പലരും അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു വീഡിയോയിലൂടെ ഒരു പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഐസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഐസ് ഇടയ്ക്ക് പിടിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആ കൂളിംഗ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഡീഫ്രോസ്റ്റിംഗ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിലേ ഉണ്ടാവുള്ളൂ, ഡബിൾ ഡോറിൽ അതുണ്ടാവില്ല. അപ്പോൾ അതിൽ ആ ബട്ടണിൽ ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐസ് മൊത്തം ഉരുകി പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്വിച്ച് ഒന്ന് ഓഫാക്കിയിടുക. സ്വിച്ച് ഓഫാക്കിയിട്ട് ഐസ് മൊത്തം ഉരുക്കി കളഞ്ഞിട്ട് പിന്നെ ഒരു 4-5 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ടൊക്കെ പിന്നെയും അങ്ങനെ ഐസ് പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂളിംഗ് കൺട്രോൾ സിസ്റ്റം, ഒരു തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വരും. അത് മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളുടെയും പല കംപ്ലൈൻറ്റുകളും നിങ്ങൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ ഇതിൽ ഈ ചാനലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വരികയും നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ റിലേറ്റീവിൻ്റെ വീടുകളിലാണെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ടെക്നീഷ്യനെ വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയി എങ്ങനെയാണ് ആ തെർമോസ്റ്റാറ്റ് മാറ്റുക എന്നുള്ളത് കാണാം. നിങ്ങൾ ഈ കാണുന്നത് വേൾപൂളിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇതിൻ്റെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഐസ് പിടിച്ചിരിക്കുന്നത്. ഇത് ഓഫാക്കിയിട്ട് ഐസ് മൊത്തം ഉരുക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ മാറ്റുന്നത്, തെർമോസ്റ്റാറ്റ് എന്ന് പറയും. ഇതാ ഇവിടെ ഒരു സ്ക്രൂവും അതേപോലെ തന്നെ നേരെ അപ്പുറത്തെ സൈഡിലും 2 സ്ക്രൂകളാണ് ഈ ഭാഗത്തായിട്ട് ഉള്ളത്. നമുക്കതഴിക്കാം. ഈ സൈഡിലും ഒരു സ്ക്രൂവും കൂടി ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും 2 സ്ക്രൂ ഉണ്ടാവും. ഫ്രീസറിൻ്റെ ഫ്രെയിമോട് കൂടി ചേർന്നിട്ടാണ് മുകളിലേക്ക് 2 സ്ക്രൂ അപ്പുറം ഉണ്ടാവും. അതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രെയിം ഇങ്ങോട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വിച്ച് ഓഫാക്കിയിട്ട് പ്ലഗ് ഒന്ന് ഊരിയിട്ടതിന് ശേഷം മാത്രം ചെയ്യുക.
രണ്ട് വയർ കണക്ഷൻ ഒഴിവാക്കാം. അതുപോലെ തന്നെ നോബ് ഈ ഉള്ളിലിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ആ നോബ് നമുക്ക് ഊരി കിട്ടും. രണ്ട് നോബ് ഉണ്ടാകും. തിരിക്കുന്ന ഒരു കൂളിംഗ് കൂട്ടും കുറയ്ക്കുന്ന നോബും ഡീഫ്രോസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു നോബും കൂടി ഉണ്ടാവും. ആ രണ്ട് നോബും കൂടി ഊരി വെച്ചതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പ്, ബേക്കിലൊരു ക്ലിപ്പ്, അങ്ങനെ രണ്ട് ക്ലിപ്പിലാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ്. ഇതാണ് നമ്മൾ മാറ്റേണ്ട സാധനം. ഇതാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് നമുക്ക് മാറ്റാൻ അപ്പുറം ഇപ്പുറം രണ്ട് ക്ലിപ്പാണ്. ആ ക്ലിപ്പ് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരി കിട്ടുന്നതാണ്. ഇനി നമ്മൾ അഴിക്കേണ്ടത് അതിൻ്റെ ആ വയർ പോയേക്കുന്നത് നമ്മൾ തെർമൽ ബൾബ് എന്ന് പറയും. അത് നമ്മൾ ഫ്രീസറിനോട് ഒരു സ്ക്രൂ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ഭാഗത്ത് അതൊന്ന് അഴിക്കാം. ഇതാണ് ആ ഭാഗം. അപ്പോൾ അതിങ്ങനെ ഫ്രീസറിലേക്ക് ഒരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് പുതിയതിടാൻ നേരത്തും മാറ്റിയിടാൻ നേരത്തും ഇതുപോലെ തന്നെ ആ ലോക്ക് നോക്കി ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. വയർ കണക്ഷൻ കൊടുക്കാം. നോബിന് ചെറിയൊരു കട്ടിങ് ഉണ്ട്. ചെറിയൊരു കട്ടിങ് അത് നോക്കാണ്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ആ കട്ടിങ് നോക്കിയിട്ട് വേണം അതിലേക്ക് കയറ്റിയിടാനായിട്ട്. ഫ്രീസർ ആ ലോക്ക് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോക്കിലേക്ക് കയറിയേക്കോളും. അതുപോലെ തന്നെ മേലത്തെ സ്ക്രൂ ആദ്യം ഇടാം. നമുക്ക് മേലത്തെ രണ്ട് സ്ക്രൂ, പിന്നെ സൈഡിൽ രണ്ട് സ്ക്രൂവും കൂടി ഇടാനുണ്ട്. ഇതാണ് തെർമൽ ബൾബ് എന്ന് പറയും. നമ്മളെ കൂളിംഗ് സെൻസ് ചെയ്യുന്നത് തെർമൽ ബൾബാണ്. ഇതാണ് സെൻസ് ചെയ്ത് തെർമോസ്റ്റാറ്റിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീസറിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണത്. ആ ഭാഗത്ത് അതിലേക്ക് വെച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്തിലേക്ക് ആ സ്ക്രൂ ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഓണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു, നിങ്ങൾക്കെല്ലാം ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിനിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനുമായി AC-യും ഒക്കെ ആയിട്ട് അപ്ലയൻസുകളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.